ഗോപുരവും ഇന്നത്തെ ക്രിസ്ത്യാനികളും അറിയാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം, സ്നേഹമേറിയ സ്വാഗതം. വേദപുസ്തകത്തിലെ പല പ്രതീകങ്ങളും വളരെ പഴഞ്ചനാണ് എന്നും അതുകൊണ്ട് ആധുനിക മനുഷ്യൻ്റെ അവസ്ഥകളോട് പൊരുത്തമില്ലാത്തതുമാണ് എന്ന ഒരു ധാരണ പലരുടെയും മനസ്സിൽ, പ്രത്യേകിച്ച് യുവാക്കന്മാരുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് കൊണ്ട് ഇത് സംബന്ധമായ അല്പം ചിന്തകൾ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ബാബേൽ ഗോപുരം നിർമ്മിക്കുന്ന സംഭവം, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏവരുമായി പങ്കിടുക എന്നതാണ് ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബാബേൽ ഗോപുരം അസ്തമിച്ചു പോയോ? അല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇടം പിടിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം. നാം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ജനം സീനാർ സമഭൂമിയിൽ, ദ വാലി ഓഫ് ഷൈനാർ എത്തി താമസമാക്കി. അവർ അല്പം പുരോഗതിയൊക്കെ കൈവരിച്ചു. സാങ്കേതികമായ പരിജ്ഞാനം അവർ നേടി. എങ്ങനെയാണ് ഇഷ്ടിക ചുടുന്നത്, അത് ഉപയോഗിച്ച് വളരെ നിലനിൽപ്പുള്ള വലിയ വലിയ കെട്ടിടങ്ങൾ, ഗോപുരങ്ങൾ, പട്ടണങ്ങൾ എപ്രകാരമാണ് പണിയേണ്ടത്, ഇപ്രകാരമുള്ള ശ്രദ്ധേയമായ സാങ്കേതിക പരിജ്ഞാനം പ്രാപിച്ച ഒരു ജനം അവർ തന്നെ നേടിയെടുത്ത അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നല്ല ഉദ്ദേശത്തോടുകൂടെ ഞങ്ങൾ ഭൂമിയുടെ പരപ്പിൽ പതറിപ്പോകാതിരിക്കേണ്ടതിന്, നമുക്കൊരു പേരുണ്ടാകേണ്ടതിന്, നാം ഒരു ജനതയായി ഐക്യത്തോടെ വസിക്കേണ്ടതിന് ഒരു പട്ടണം നിർമ്മിക്കുകയും അതിൻ്റെ മധ്യത്തിൽ അമ്പരചുംബിയായ ഒരു ഗോപുരം സ്ഥാപിക്കുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ അതിൽ മോശമായ യാതൊരു ലക്ഷ്യവും പ്രഥമദൃഷ്ട്യാ കണ്ടെത്തുവാൻ കഴിയുകയില്ല എന്നത് നാം ഏവരും ഒന്നുപോലെ തിരിച്ചറിയുകയും സമ്മതിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സംരംഭത്തിൻ്റെ അവസാനം എന്തായിരുന്നു? ചിതറിപ്പോകാതെ ഒന്നായി വസിക്കണം എന്ന താല്പര്യത്തോടെ അതിൻ്റെ പ്രതീകമായി നിർമ്മിക്കപ്പെട്ട ബാബേൽ ഗോപുരത്തിൻ്റെ പണിയുടെ പരിശ്രമത്തിൽ കൂടെ അവർ ചിതറിക്കപ്പെട്ടു. അവർ ഭൂമിയുടെ പരപ്പിൽ ചിതറിക്കപ്പെട്ട ജനമായി ജീവിക്കേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്നതും നാം കൈവരിക്കുന്നതുമായ അവസ്ഥകൾ രണ്ട് ധ്രുവങ്ങളാണ്. പലപ്പോഴും ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ്. ഇത് ചരിത്രാതീതമായ കാലത്ത് മാത്രമല്ല, ഇന്നും അപ്രകാരം തന്നെയാണ്. ഇതിന് ചരിത്രപരമായ, ഐതിഹാസികമായ പല രൂപങ്ങളും ഭാവങ്ങളുമുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ നമുക്ക് ഈ ഒരു അവസരം പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജനങ്ങൾ പ്രസ്താവിക്കുന്ന ലക്ഷ്യങ്ങൾ, അതായത് നമുക്കൊരു പേരുണ്ടാകുന്നതിന് ഒരു വലിയ പട്ടണവും, നാം ഒന്നായി തന്നെ വസിക്കേണ്ടതിന് അതിൻ്റെ അടയാളമായി ജനത്തിൻ്റെ ഐക്യത്തിൻ്റെ അടയാളവും അതിൻ്റെ നിലനിൽപ്പിൻ്റെ ആശ്രയവുമായി അമ്പരചുംബിയായ ഒരു ഗോപുരവും പണിയണം എന്ന് പറയുന്നതിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തെങ്കിലും അഹങ്കാരമോ അപ്രസക്തമായ എന്തെങ്കിലും ലക്ഷ്യമോ ഉണ്ട് എന്ന് ആർക്കും പ്രഥമദൃഷ്ട്യാ പറയാൻ സാധ്യമല്ല. എന്നാൽ നാം ഈ ഭാഗം കുറച്ച് ശ്രദ്ധയോടെ വായിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യം, ഏത് ലക്ഷ്യത്തോടു കൂടെയാണ് ഈ സംരംഭം ആരംഭിക്കുന്നത് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശോധിക്കുമ്പോൾ അതിൽ വലിയ യുക്തിയും ന്യായവും ഒന്നുമില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു വലിയ പട്ടണം പണിതത് കൊണ്ട് ജനത്തിന് സനാതനമായൊരു പേരുണ്ടാകും എന്ന് ചിന്തിക്കുവാൻ എന്തടിസ്ഥാനമാണുള്ളത്?
ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മർമ്മം, ജനങ്ങളുടെ അസ്തിത്വം, ഐഡൻറ്റിറ്റി എന്നത് അവർക്ക് ബാഹ്യമായി സ്ഥിതി ചെയ്യുന്ന ചില ഘടകങ്ങളെ മാത്രം ആശ്രയിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കുന്നത് കൊണ്ട് ബാഹ്യമായ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നതിൽ കൂടെ ജനങ്ങളുടെ ഐഡൻറ്റിറ്റി കുറച്ചുകൂടെ വ്യക്തമായി നിർവചിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്യാം എന്ന ഒരു ധാരണയാണ്. ഇതിലെന്തെങ്കിലും യുക്തിയുണ്ടോ? ഏതെങ്കിലും ഒരു വലിയ പട്ടണം പണിതുകൊണ്ട് ഒരു ജനതയുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സ്വത്വം കൂടുതൽ മേന്മയുള്ളതായി തീരുന്നുണ്ടോ, നിലനിൽക്കുന്നുണ്ടോ? ലോക ചരിത്രത്തിൽ എത്രയോ പട്ടണങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. സൊദോമും ഗൊമോറയും മാത്രമല്ല, എത്രയോ അസംഖ്യം പട്ടണങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. അവയൊക്കെ നശിച്ചു പോയത് അത് പടുത്തുയർത്തിയ ആളുകളുടെ ബുദ്ധിശൂന്യത കൊണ്ടോ കഴിവില്ലായ്മ കൊണ്ടോ, അവർ ചിന്തിച്ചപ്പോൾ അതിൽ സതുദ്ദേശമില്ലാതിരുന്നത് കൊണ്ടോ അല്ല. അതിൽ ആഴമേറിയ ചില ആത്മീയ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നത് പലപ്പോഴും നാം അവഗണിക്കുന്ന അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് അല്പം കൂടെ പുറകോട്ട് സഞ്ചരിക്കേണ്ടി വരും. അത് ഇതേ പുസ്തകം, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരും. അവിടെ എന്താണ് കാണുന്നത്? ദൈവം ആദാമിനെയും ഹവ്വായെയും ഒരു തോട്ടത്തിൽ കൊണ്ടാക്കിയിരിക്കുന്നു. അത് 2-ാം അധ്യായത്തിൽ അത് വ്യക്തമായി ചിത്രീകരിക്കുന്നുണ്ട്. തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാക്കുവാനുമായി ദൈവം തോട്ടം ആദാമിനെ ഹവ്വായെയും ഏൽപ്പിക്കുന്നു. ഈ തോട്ടം എന്നതൊരു പ്രതീകമാണ്. അതിന് പല തട്ടത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. മനുഷ്യൻ്റെ വ്യക്തിത്വം ഒരു തോട്ടമാണ്, മനുഷ്യൻ്റെ ജീവിതം ഒരു തോട്ടമാണ്, അവൻ്റെ കുടുംബം ഒരു തോട്ടമാണ്, അവൻ്റെ സമൂഹം ഒരു തോട്ടമാണ്, അവൻ്റെ രാഷ്ട്രം ഒരു തോട്ടമാണ്, മനുഷ്യജാതി ആകമാനം ഒരു തോട്ടമാണ്. എന്നാൽ ദാനമായി ലഭിച്ച ഈ തോട്ടത്തെ കാക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം അതിനെ നശിപ്പിക്കുവാനാണ് ആദാമും ഹവ്വായും അറിഞ്ഞോ അറിയാതെയോ ശ്രമിച്ചത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് മനുഷ്യ സ്വഭാവത്തിൽ എക്കാലത്തും വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘടകമുണ്ട് എന്ന് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ തലതൊട്ടപ്പന്മാരിൽ ഒരാളായ കാൾ യുങ് തൻ്റെ ഒരു കൃതിയിൽ വളരെ വിശദമായി എഴുതിയിട്ടുള്ളത് ഈ തരുണത്തിൽ ഞാൻ ഓർത്തു പോകുകയാണ്. എനിക്ക് തോന്നുന്നു ആ പുസ്തകത്തിൻ്റെ ശീർഷകം എസ്സേസ് ഓൺ കോണ്ടംപററി ഇവൻറ്റ്സ് എന്നാണ് എൻ്റെ ഓർമ്മ. പ്രത്യേകിച്ച് അതിൽ 1945 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൻ്റെ ശീർഷകം അല്ലെങ്കിൽ ടൈറ്റിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിൻ്റെ ടൈറ്റിൽ കറ്റാസ്ട്രഫി എന്നതാണ്. അത് ഹിറ്റ്ലർ ജർമ്മനിയിൽ ആധിപത്യം നേടുന്നതും അതിനുപയോഗിച്ച മാർഗങ്ങളും തന്ത്രങ്ങളും അതുകൊണ്ട് ജർമ്മൻ രാജ്യത്തിന് സംഭവിച്ച ഭീകരമായ നാശനഷ്ടങ്ങളുമൊക്കെ ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കണ്ണിൽ കൂടെ നോക്കിക്കണ്ട് അതിൻ്റെ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ തിരിച്ചറിഞ്ഞ് യൂറോപ്പിനെ ആകമാനം ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് കാൾ യുങ് ആ ലേഖനം എഴുതിയത് എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ ഇപ്രകാരം നല്ല താല്പര്യത്തോടെ ചില വലിയ പ്രസ്ഥാനങ്ങളുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവൻ തിരിച്ച് അറിയാത്ത, അവൻ എപ്പോഴും അവഗണിക്കുന്നൊരു മർമ്മം അത് ഏദൻ തോട്ടത്തിൽ കൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താണ് വെളിപ്പെടുത്തിയതെന്ന് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്. മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്നൊരു മർമ്മം, ഓരോ വ്യക്തിയും അവൻ്റെ ഏറ്റവും നല്ല അവസ്ഥയെ, അതായത് ഏദൻ തോട്ടത്തിൽ വസിക്കുന്ന അവസ്ഥയെ, അവൻ്റെ ജീവിതമാകുന്ന കൊട്ടാരത്തെ നശിപ്പിക്കാനായി ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
എവറി ഇൻഡിവിജ്വൽ വിൽ ട്രൈ ടു റൂയിൻ ഹിസ് ഓൺ പാലസ് എന്ന് അദ്ദേഹം എഴുതിയതായി ഞാൻ അന്ന് വായിച്ചത് ദീർഘനാൾ മുമ്പ് വായിച്ച ഓർമ്മയാണ്. അപ്പോൾ എന്തിനേയും നശിപ്പിക്കാനുള്ളൊരു പ്രവണത മനുഷ്യ സ്വഭാവത്തിലുണ്ട്. അതുകൊണ്ട് നാം സൃഷ്ടി നടത്തുമ്പോഴും അതിലും ശക്തമായി പ്രവർത്തിക്കുന്ന ആ സൃഷ്ടിയുടെ പ്രക്രിയയിൽ പോലും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് നശീകരണത്തിൻ്റെ പ്രവണത. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ ഭൂമി നടത്തുന്ന എല്ലാ അധ്വാനങ്ങളുടെ മേലും നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും നശീകരണത്തിൻ്റെയും കറുത്ത നിഴൽ എപ്പോഴും തങ്ങി നിൽക്കുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല, കാൾ യുങ്ങിൻ്റെ കണ്ടുപിടുത്തമാണ്. മനുഷ്യ സ്വഭാവത്തെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, നാം നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മുടെ സ്വഭാവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം ഒരിക്കലും അവഗണിച്ചുകൂടാത്ത ഒരു മർമ്മത്തെ കാൾ യുങ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ തന്നെ ഏറ്റവും മഹനീയമായ അവസ്ഥയ്ക്ക് നാശനഷ്ടങ്ങൾ വരുത്തുവാൻ നാം നമ്മുടെ അബോധ മനസ്സിൽ സ്ഥിതി ചെയ്യുന്ന പ്രവണതകൾ മൂലം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഇതിൻ്റെ ഒരു വാങ്ങൽ റെയ്നോൾഡ് നെയ്ബോർ എന്ന് പറയുന്ന അദ്ദേഹം ജർമ്മൻകാരനായിരുന്നു. ഹിറ്റ്ലറുടെ കാലത്ത് അവിടെ നിന്ന് ജീവനും കൊണ്ടുകൂടി അമേരിക്കയിൽ വന്ന് താമസമാക്കി. അമേരിക്കയിലെ ഏറ്റവും തലയെടുപ്പുള്ള തിയോളജിയനായി അദ്ദേഹം വളർന്നു. നെയ്ബോർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ദ മോറൽ മാൻ ഇൻ ആൻ ഇമ്മോറൽ സൊസൈറ്റി. ദ മോറൽ മാൻ ഇൻ ആൻ ഇമ്മോറൽ സൊസൈറ്റി. അതിൽ അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ ഒരു കൂട്ടത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവനെപ്പോഴും അവനെ തന്നെ നശിപ്പിക്കുന്ന പദ്ധതികളോടും പ്രവണതകളോടുമാണ് സഹകരിക്കുന്നത്. അവനെ തന്നെ നശിപ്പിച്ചിരിക്കും. ഇങ്ങനെയുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങൾ നാം അവഗണിക്കരുത് എന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ നാം ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തിക്കൊള്ളട്ടെ. അതായത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഞാനൊന്ന് വായിക്കാൻ പോകുകയാണ്. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശീനാർ ദേശത്തൊരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ, വരുവീൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ കുമ്മായമായും ഉപയോഗിച്ചു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, 4-ാം വാക്യം. വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളവും എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങളും ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി മനുഷ്യൻ അവലംബിക്കുന്ന മാർഗങ്ങളും തമ്മിൽ എക്കാലത്തും പൊരുത്തക്കേട് ഉണ്ടായിരുന്നു എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പലവിധമായ ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇപ്പം ഹിറ്റ്ലർ ജർമ്മൻകാരെ പറഞ്ഞ് മനസ്സിലാക്കി, യഹൂദന്മാരെ മുഴുവനും ഉന്മൂലനാശം ചെയ്താൽ ജർമ്മനി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകുമെന്ന് മാത്രമല്ല, ഏറ്റവും മേന്മയേറിയ ഒരു കൂട്ടമായി, നോബിൾ റേസ്, ആര്യൻ സുപ്പീരിയോറിറ്റി തിയറി, ജർമ്മനിയുടെ പുരോഗതിക്കും മേന്മയ്ക്കും വിലങ്ങുതിരിയായി നിൽക്കുന്ന ഏക ഘടകം യഹൂദന്മാരാണ്. അവരെ നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ജാതിയായി തീരാം. വല്ല നഷ്ടവുമുണ്ടോ? മോശം ലക്ഷ്യമാണോ? ആരും കേട്ടാൽ സന്തോഷിക്കയില്ലേ? അങ്ങനെയാണ് ഈ കൊടും ക്രൂരത ഒരു ജനതയെ കൊണ്ട് വിഴുങ്ങിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ. ഇപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പോലും എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രത്തിലെ അല്ലെങ്കിൽ മറ്റുള്ള ജനങ്ങളെ കീഴടക്കാൻ ഇപ്രകാരം ഇറങ്ങി തിരിച്ച് അദ്ദേഹം പറഞ്ഞു, ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ കാൽക്കീഴെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായി ജീവിക്കാം. മോശം ലക്ഷ്യമൊന്നും അല്ലല്ലോ.
ആർക്കും താല്പര്യമുണ്ടാകുന്ന ലക്ഷ്യമല്ലേ? ഇപ്പോൾ ഇസ്രയേൽ പറയുന്നു, നമുക്ക് ചുറ്റുമുള്ള എല്ലാ പലസ്തീനികളെയും അടിച്ചമർത്തിയാൽ, അവിടെ പല്ല് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായി സുരക്ഷിതമായി ജീവിക്കാം. ഹമാസും അത് തന്നെ പറയുന്നു, ഹെസ്ബുള്ളയും അത് തന്നെ പറയുന്നു. ഇസ്രയേലിനെ ഇല്ലാതാക്കിയാൽ നമുക്ക് സന്തോഷമായി ജീവിക്കാം. ഇറാനും അത് തന്നെ പറയുന്നു. ജോർജ് ബുഷ് തന്നെ പറഞ്ഞു, ലോകത്തിലെ ഇസ്ലാമിക് ടെററിസ്റ്റിനെ മുഴുവനും ഇല്ലാതാക്കി കഴിഞ്ഞാൽ അമേരിക്കക്കാർക്ക് സ്വച്ഛന്തം വിഹരിക്കാം, ലോകത്തെവിടെയും വളരെ സ്വൈര്യത്തിൽ ജീവിക്കാം, സഞ്ചരിക്കാം. മോശം ലക്ഷ്യമൊന്നും അല്ലല്ലോ. നമ്മുടെ ഭാരതത്തിലോട്ട് നോക്കുമ്പോൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിയാൽ ഭാരതത്തിൽ വിശാല ഹിന്ദു ഐക്യമുണ്ടാകുമെന്നും അങ്ങനെ ഭാരതത്തിൻ്റെ ആത്മാവ് ഉണരുമെന്നും അഭൂതപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ രാജ്യത്തിന് കഴിയുമെന്നും ഒരു നേതാവ് വിളിച്ചു പറയുമ്പോൾ അത് വാപൊളിച്ച് വിഴുങ്ങുവാൻ ആളുകളുണ്ട്. അത് ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. അത് മാത്രവുമല്ല, കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം യുവാക്കന്മാരെ എല്ലാം കെട്ടിയിട്ടാൽ എൻ്റെ രൂപതയിലെ പെൺകുട്ടികൾ സ്വൈര്യമായി വസിക്കാൻ അല്ലെങ്കിൽ അവർ സുരക്ഷിതരായിരിക്കാൻ ഇടയാകുമെന്ന് പാലാമെത്താൻ പറയുമ്പോൾ അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്ന എത്രയോ ആയിരം ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും എന്തെങ്കിലും പദ്ധതി കൊണ്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവയെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും ഒന്ന് വിലയിരുത്തുവാൻ, ഒന്ന് അസസ് ചെയ്യുവാൻ ഉള്ള ഒരു തയ്യാറെടുപ്പ് നമുക്കില്ല എന്നതാണ്. ആത്മാവിൻ്റെ ദാനമായ വിവേചന ബുദ്ധിയോ ഡിസേൺമെൻറ്റോ പോട്ടെ, സാമാന്യ ബുദ്ധി ഉപയോഗിച്ചെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ വേണ്ടതുപോലെ വിലയിരുത്തുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് ഇപ്രകാരം വേദപുസ്തകത്തിൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള മുൻ അറിയിപ്പുകൾ നാം വേണ്ടതുപോലെ പരിഗണിക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ പലവിധമായ സാധ്യതകൾ കൊണ്ട് ആളുകളുടെ മുൻപിൽ വരും. ഇപ്പോൾ യുവതീവക്കന്മാരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ 1971 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ബിരുദാനന്തര പഠനത്തിന് ചേർന്നപ്പോൾ ഒരു രാത്രി, ആദ്യ രാത്രിയിൽ തന്നെ ഒരു 8-10 സഹപാഠികൾ എൻ്റെ മുറിയിൽ വന്ന് എന്നോട് പറഞ്ഞു, ഒന്ന് വലിച്ചു നോക്കിയാൽ സ്വർഗം പോലെ ഉള്ള ഒരവസ്ഥ, അത് കൂടുതൽ സർഗാത്മകത നൽകും, ഉന്നതമായ ദർശനങ്ങൾ കിട്ടും, ചിന്തിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കും എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ അത് ശുദ്ധം അസംബന്ധമാണ് എന്ന് തിരിച്ചറിയാനുള്ള കൃപ എനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്കറിയാം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടത് വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. ആളുകൾ എൻ്റെ പുറകെ പോയി. എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഇപ്പോൾ വലത് വരാൻ പോകുന്നു, എല്ലാം ശരിയാകട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഏത് പാർട്ടി വന്നാലും ഏത് പട്ടി വന്നാലും മനുഷ്യൻ്റെ സ്വഭാവം നന്നാകാതെ യാതൊരു വിധത്തിലുള്ള നന്മയും വ്യക്തികൾക്കോ സമൂഹത്തിനോ രാഷ്ട്രങ്ങൾക്കോ ഉണ്ടാകുകയില്ല എന്നതാണ് വേദപുസ്തകത്തിൽ കൂടെ എനിക്ക് മനസ്സിലാകാനിടയായ സത്യം. ആ സത്യം നാം ഗ്രഹിക്കണം. അതുകൊണ്ടാണ് ഈ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന ഇപ്രകാരമുള്ള സംരംഭങ്ങളിൽ കൂടെ ഈ അടിസ്ഥാന സത്യങ്ങളെ കാലാകാലങ്ങളിൽ ഒന്ന് ഓർമ്മ പുതുക്കുന്ന വിധത്തിലെങ്കിലും അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുവാൻ, അതിൽ കൂടെ എന്തെങ്കിലും നന്മ ഒരു സമൂഹത്തിനുണ്ടാകട്ടെ എന്ന താല്പര്യത്തിൽ ഈ ശ്രമം തുടരുവാൻ ഇടയാകാം. അതുകൊണ്ട് തീർച്ചയായും നാം ഒരു കാര്യം മനസ്സിലാക്കണം. ബാബേൽ ഗോപുരം തകർന്നു വീണതിൻ്റെ പുറകിൽ വളരെ പ്രത്യേകമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു മർമ്മമുണ്ട്. അതെന്താണ്? മനുഷ്യ സ്വഭാവത്തിൽ കാര്യമായ ഒരു വൈകല്യം എപ്പോഴും ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് നാം സഭയെ മനസ്സിലാക്കുമ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ്. സഭയും ഒരു ബാബേൽ ഗോപുരം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. എന്തെല്ലാം പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടെയാണ് സഭ ഇന്ന് പ്രവർത്തിക്കുന്നത്, അതും മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയും തമ്മിൽ എന്താണ് ബന്ധം? മനുഷ്യ സ്വഭാവത്തെ മെച്ചപ്പെടുത്തുവാൻ ലാക്കാക്കിയുള്ള എന്തെല്ലാം പദ്ധതികളാണ്, ശുശ്രൂഷകളാണ്
ദൗത്യങ്ങളാണ് നിങ്ങളുടെ സഭ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഞായറാഴ്ച ആരാധനയിൽ കൂടെ നിങ്ങളുടെ സ്വഭാവം മെച്ചപ്പെട്ടതായി കഴിഞ്ഞ 25 അല്ലെങ്കിൽ 50 വർഷങ്ങളിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയിൽ ഏറ്റവും വ്യക്തമായി ലാക്കാക്കിയത് മനുഷ്യ സ്വഭാവത്തിന് സംഭവിക്കേണ്ട രൂപാന്തരം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളരെ മേൽത്തരമായ ഒരു അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ, ഉയരുവാനുള്ള കൈത്താങ്ങൽ നൽകുക എന്നതല്ലേ? അതുകൊണ്ടല്ലേ യേശു പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ലോകത്തിൻ്റെ വെളിച്ചമാകും. അത് പ്രാപിക്കാതെ നിങ്ങൾ എന്ത് നേടാൻ പോകുകയാണ്? ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം അതെന്താണ് എന്ന് ഈദൻ തോട്ടത്തിൽ കൂടെ വെളിപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്ത് കിട്ടിയാലും അതിനെ നശിപ്പിക്കുക. കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സഭയുടെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. വേണ്ട, ഇതൊന്നും വേണ്ട. നമ്മുടെ തന്നെ അവസ്ഥ, നമ്മുടെ വ്യക്തിത്വത്തിൽ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ എന്തെല്ലാം അത്ഭുതാവഹമായ നന്മകൾക്ക് അവസരങ്ങൾ ഉണ്ടായിരുന്നു. നാം എപ്രകാരമാണ് അവയെ പ്രയോജനപ്പെടുത്തിയത്, അല്ലെങ്കിൽ നശിപ്പിച്ചു കളഞ്ഞു? ആ യാഥാർത്ഥ്യത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയല്ലേ യേശു താലന്തുകളുടെ രൂപം പ്രകടിപ്പിച്ചത്. 3 പേർക്കും താലന്തുകൾ നൽകി. 3 പേർക്കും ചുമട് താങ്ങാൻ അവർ നട്ടലൊടിയാനുള്ള ഭാരമല്ല നൽകിയത്, താലന്താണ് നൽകിയത്. വലിയ സാധ്യതകൾ, വലിയ അവസരങ്ങളാണ് നൽകിയത്. അതിൽ 2 പേര് അത് പ്രയോജനപ്പെടുത്തി, ഒരുത്തൻ അതുകൊണ്ട് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞാൽ നശിപ്പിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. കുഴിച്ചിടുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? താലന്ത് കുഴിച്ചിട്ടാൽ കിളിച്ചു വരും. അതിനെ നശിപ്പിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. ഇത് മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സാധ്യതയാണ്. ഇതിനെ നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ഇതിൽ നിന്നാണ് നമുക്ക് വിടുതൽ ഉണ്ടാകേണ്ടത്. നമുക്ക് സംരക്ഷണം വേണ്ടത് മറ്റുള്ള മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളിൽ നിന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും വന്യമൃഗങ്ങളിൽ നിന്നോ അല്ല. ഇവയിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം വേണം. പക്ഷേ ഏറ്റവും പ്രാഥമികമായി നമുക്ക് സംരക്ഷണം വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രവണത, നമ്മെ തന്നെ നശിപ്പിക്കാനുള്ള പ്രവണത. ഇത് ആധുനിക മനഃശാസ്ത്രം ഇവിടെ കൃത്യമായി തിരിച്ചറിയുന്ന കാര്യമാണ്. ഞാനിതിന് മുൻപ് പരാമർശിച്ചിട്ട ഒരു പുസ്തകമാണ് എറിക് ഫ്രോമിൻ്റെ ദി അനാറ്റമി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ് എന്ന പുസ്തകം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രമാത്രം തത്രപ്പെട്ട് അവനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്? മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വലിയ വിരോധാത്മകമായ അവസ്ഥയാണ്, വിരോധാഭാസമാണ്. ഇറ്റ്സ് എ റിഡിൽ ഓഫ് ഹ്യൂമൻ നേച്ചർ. എന്തുകൊണ്ടാണ് മനുഷ്യൻ അവനെ തന്നെ നശിപ്പിക്കുന്നത്? അങ്ങനെ ആ നശീകരണത്തിൻ്റെ പ്രവണത നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാം എന്ത് കൈകാര്യം ചെയ്താലും, എന്ത് ശ്രമിച്ചാലും അതിൽ നശീകരണത്തിൻ്റെ വ്യാകരണം, ദ ഗ്രാമർ ഓഫ് ഡിസ്ട്രക്റ്റീവ്നെസ് ഉൾക്കൊണ്ടിരിക്കും. സംശയിക്കേണ്ട. അത് വലിയ വലിയ അമ്പരചുംബിയായ ഗോപുരം പണിതാലും ആ ഗോപുരം തകർന്ന് താഴെ വീഴും. അത് യുക്തിയാണ്, ചരിത്രത്തിൻ്റെ നിശ്ചയമാണ് സംഭവിച്ചിരിക്കും. ഇപ്പം നമ്മുടെ ഭാരതത്തിൽ ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കുകയാണ്. ഈ പുതിയ ഭാരതം പുരോഗമിക്കുവാനും അത് ലോകരാഷ്ട്രത്തിൻ്റെ മുൻപിൽ അസൂയാവഹമായ സ്ഥാനം കണ്ടെത്താനും എന്തു വേണമെന്ന് ഈ കാലങ്ങളിൽ പ്രത്യേകമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തണം, അവർക്ക് പൗരോഹിത്യ അവകാശങ്ങൾ ഉണ്ടാകരുത്, അവരെ ഒരു കോണിലേക്ക് മാറ്റി നിർത്തണം, എന്നാൽ ഈ രാഷ്ട്രം രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ബാബേൽ ഗോപുരത്തിൻ്റെ ആ നിഴൽ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ അയ്യോ കഷ്ടം. എന്നാൽ ഈ യുഗം അത് തിരിച്ചറിയുന്നില്ല. കാരണം ഇത് അന്ധകാരത്തിൻ്റെ യുഗമാണ്. ഈ യുഗത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ചരിത്ര സത്യങ്ങൾ, സനാതനമായ ചരിത്ര സത്യങ്ങൾ വചന വെളിച്ചത്തിൽ സാക്ഷീകരിപ്പാൻ വിശ്വാസികൾക്ക് വ്യക്തികളായും കൂട്ടങ്ങളായും സഭകളായും ചുമതലയുണ്ട് എന്നതാണ് മത്തായിയുടെ സുവിശേഷം അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നിങ്ങൾ രാജ്യങ്ങളോട്, രാഷ്ട്രങ്ങളോട്, ജാതികളോട് സുവിശേഷം അറിയിക്കണമെന്ന് പറയും. പ്രീച്ച് ടു ദ നേഷൻസ് എന്ന് പറയുമ്പോൾ അതാണ് എൻ്റെ അർത്ഥം. ഈ യുഗത്തിനില്ലാത്തതും അത്യാവശ്യം ആവശ്യവുമായ ചില അടിസ്ഥാന തിരിച്ചറിവുകൾ പ്രാപിക്കത്തക്കവണ്ണം വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിത്യസത്യങ്ങളെ അവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കടമ നിങ്ങൾ നിർവഹിപ്പിക്കും. അപ്രകാരം മാത്രമേ നിങ്ങൾ ഭൂമിയുടെ
ഉപ്പായും ലോകത്തിൻ്റെ വെളിച്ചമായും പരിലസിക്കാൻ സാധ്യമാക്കി. അതുകൊണ്ട് ബാബേൽ ഗോപുരം എന്നത് ഒരു ഐഹികമല്ല, വെറും കഥയല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രവണതയെ സൂചിപ്പിക്കുന്ന അതിമനോഹരമായ അർത്ഥവത്തായ ഒരു പ്രതീകമാണ്. പക്ഷെ അതിൻ്റെ തന്നെ ഉള്ളടക്കം വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച അല്ലെങ്കിൽ അവിടെ സംഭവിച്ച ഈ നശീകര പ്രവണതയുടെ പിറവി തിരിച്ചറിയുകയും അത് മനുഷ്യ സ്വഭാവത്തിൽ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നൊരു മർമ്മമാണ് എന്നതുകൊണ്ട് അതിനെതിരെ ജാഗരൂകരായിരിക്കാൻ നമുക്ക് കടമയുണ്ട്. അങ്ങനെ നാം ജാഗരൂകരായിരിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് വരുന്ന കാട്ടുകള്ളന്മാരെ തിരിച്ചറിഞ്ഞ് അവരുടെ മൗഢ്യം എത്ര അപകടകാരിയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ നടപ്പിനെയെങ്കിലും നേർവഴിക്കാക്കുവാൻ സാധിക്കും. അപ്രകാരം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. മറക്കരുത്, ബാബേൽ ഗോപുരം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട്. അത് നശിച്ചു പോയിട്ടില്ല. മനുഷ്യജാതി ഈ ഭൂമിയുടെ പരപ്പിലുള്ളിടത്തോളം കാലം അത് തിരോധാനം ചെയ്യുകയുമില്ല. കണ്ണുകൊണ്ട് കാണാൻ വയ്യ, പക്ഷേ ഉള്ളിൽ അത് നിൽക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കരിനിഴൽ നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും സംരംഭങ്ങളിലുമുണ്ട് എന്ന് തിരിച്ചറിയുവാനിടയാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.